ശരണ്യ തൂമ്പായുമായിട്ട് ഇങ്ങോട്ട് പോന്നെന്ന് അമ്മ പറഞ്ഞ്. അമ്മയോട് ചോദിച്ചു ശരണ്യ എവിടെയെന്ന് ചോദിച്ചപ്പോൾ തൂമ്പായുമായിട്ട് വാദിക്കലായിട്ട് പോകുന്നെന്നും പറഞ്ഞു. ഇതെന്തടിക്കാണ്? എന്താ പരിപാടി? ചേമ്പ് നോക്കണം. ഈ കാട്ടിലൊക്കെ കയറാൻ ഇത് ആര് പറഞ്ഞ്? അത് കാടല്ലേ, എനിക്ക് മനസ്സിലായി, ചെടിയാണ്. ആ അത് ഇതെന്താണ്? ഇന്ന് നമുക്ക് വീഡിയോ ചെയ്യണ്ടേ? അതുപോലെ കാപ്പിക്ക് എന്നാണ് ഇന്ന്? എന്നാ അത് ചേമ്പാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. ആ ചേമ്പ് ചേമ്പുപ്പേരിയാ ഓണത്തിനൊക്കെ നമ്മൾ ഇണക്കണം. അത് ചെയ്യാൻ പോവുകയാണ്. ഇന്നപ്പോ നമ്മുടെ കൂട്ടുകാരെ അതാണ് കാണിക്കാൻ പോണ. ശരണ്യയുടെ ചേമ്പ് ഉപ്പേരി അല്ലേ? ഓ എന്നാ മാന്ത് അല്ലേ? എന്നാ അത് എന്നോട് പറഞ്ഞ ഞാൻ മടിയല്ല, ഞാൻ എന്നോട് മിണ്ടാതെ ഇങ്ങോട്ട് പോന്ന്. അമ്മയോട് ചോദിച്ചപ്പോ പറഞ്ഞ് മമ്മട്ടിയായിട്ട് പുറത്തായിട്ട് പോന്നു. ചേമ്പ് പറിച്ചതിൻ്റെ എന്നാ പറിക്ക്. ഇത് മമ്മട്ടി കൊണ്ട് പറിച്ചെന്നാ ചേമ്പായിട്ട് കട്ട് ചെയ്ത് പോകും. എന്നാ കട്ട് ചെയ്. ആ ആ ആ അതന്നെ ചേമ്പ് കിട്ടിയ കാണിച്ചേ. എന്തേ ഇതെന്നാ ചേമ്പാണ്? ഇതാണ് ചേമ്പ് ഉപ്പേരി ഉണ്ടാക്കാൻ പോണ. നാണക്കേട്. വേറെ പറിച്ചതുണ്ടാ? ആ എന്നാ നോക്ക്. ആ രണ്ട് ചേമ്പ് നിപ്പുണ്ടല്ലേ പറ്റപ്പറ്റ. ചേമ്പ് കിട്ടിയ? ആ എന്നാ ഒരു പണിയായി. ശനി ബാക്കി എല്ലാം കൂടി പറിച്ചു വെച്ചിട്ട് നമുക്ക് ഹായ് കൂട്ടുകാരെ, ഷിജുച്ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരണ്യ ഷിജു. ഇപ്പം ഞാൻ ചെയ്യാൻ പോയ എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ചേമ്പ് ഉപ്പേരി. അത് ഞാൻ ചേമ്പ് എടുത്തോണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഇപ്പൊ കാണിച്ചത്. അപ്പൊ ഇനി ചേമ്പ് ഉപ്പേരി ഇറങ്ങണത് കൂടി കാണിച്ചു തരാം. അപ്പത്തെ ചേമ്പ് മാന്തത്തെ. ആ എന്നാ മാന്തി എടുത്തണ്ട് വാ. അപ്പോൾ കൂട്ടുകാരെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി എന്തോരം ശരണ്യ മാന്തി എടുക്കുമെന്ന് കാണാം. ഏതായാലും ഒരെണ്ണം കൊണ്ടെങ്കിലും ഉപ്പേരി ശരണ്യ ചെയ്യും. അടുത്തത് കിട്ടിയ ആഹാ കൂട്ടുകാരെ, ഒരു കാഴ്ച കാണിച്ചു തരാം. ഒരാൾ കൈ ചേമ്പൊക്കെ ഇട്ട് വന്നപ്പോ അമ്മ ചായ കുടിച്ചിട്ട് ചേമ്പ് മാന്തി വിഷമിച്ച് വന്നതാണ്. അപ്പൊ പിന്നെ കൈ ചേമ്പാണ്, എങ്ങനെ കുടിക്കും? തൂമ്പായും ചേമ്പും ഉണ്ട്. അപ്പൊ ഒന്ന് പിടിച്ചു കൊടുക്കാമല്ലോന്ന് ഓർത്ത് ചായ. എന്റെ ദൈവമേ, അമ്മ ഇന്ന് വരെ എനിക്ക് പോലും അങ്ങനെ ചെയ്ത് തന്നിട്ടില്ല. ആ കുടിച്ചോ കുടിച്ചോ, ഞാനൊന്നും പറയല. കുടിച്ചോ കുടിച്ചോ. ഓ അച്ഛാ, ഇത് കണ്ടാച്ചാ? എന്റെ ദൈവമേ, സമ്മതിക്കണം. എനിക്കാ? ആഹാ, എന്നാ വാ. നേരത്തെ കാലത്ത് ചേമ്പെങ്കിൽ ചേമ്പ് ഇണക്കാം. വാ അരണ്യ. അല്ലേ ഇത് അരിയണമെങ്കിൽ ആരരിയും? അച്ഛനവിടെ വാദിക്കാതെ ഇപ്പൊ തൊലി ചെയ്യണ്ടേ? ആ തൊലി ചെയ്തിട്ട് എന്നാ അച്ഛനെ വിളിച്ചാ ഒച്ച. എനിക്ക് വിളിക്കാൻ ഭയങ്കര ഇഷ്ട.
അച്ഛൻ വെള്ളം എടുത്തു കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. ഞാൻ മുണ്ടൻ മാറ്റി വരാം. ആ മുണ്ട മാറിയിട്ട് വേഗം വാ. ആ വരാം. നല്ല ചേമ്പാണ് കേട്ടാ. നല്ല ചേമ്പ, എന്റെ ചേമ്പ, എന്റെ സ്വന്തം ചേമ്പ. ആ ഇത് ഇവിടെ നേരത്തെ പറിച്ചതാ. ആ അത് നേരത്തെ തൊട്ടുള്ളതാ. ഉള്ളയാ. ഇതാണ് നമ്മൾ പറിച്ചെടുത്ത 3 കഷ്ണം, ആ 4 കഷ്ണം. ആ അപ്പൊ നമുക്കൊന്ന് ചെത്താം. ആ ശരണ്യ, ഉണ്ടോ? അതേ അച്ഛൻ വന്ന്. ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമോ വിളിച്ചത്? ആ ചേമ്പ് നമ്മൾ മറ്റേ അന്ന് കാച്ചിലി പൊരിച്ചില്ലേ, അതുപോലെയല്ല മാവിലി മുക്കിയല്ല. ഇത് നേരത്തെ ഇവിടെ കിടന്നില്ല. ഇത് നമ്മുടെ ഇപ്പൊ പറിച്ചിട്ട് വന്നേ നമ്മുടെ സ്വന്തം. പുറത്ത് പറിച്ചാ? ആ പിന്നെ അച്ഛാ, അത് അവിടെ കിടന്നത് പറിച്ചു. ഞാൻ അച്ഛ കാച്ചിലി ചെയ്ത പോലെ ചേമ്പ് ചെയ്യാനാണ്. അതാ ഇത് വെറുതെ ഇത് വെറുതെ നമുക്ക് ഏ ചുമ്മാ വറക്കാൻ വേണ്ടി. കപ്പ ഉപ്പേരി വറുക്കത്തില്ലേ? ആ, അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം, ഇത്തരം ഒരു പച്ച ഉണ്ടാവില്ല എന്തേ, അത് അങ്ങനെയാണ്. ഇത് ഇങ്ങനെ ഇത് കണ്ട ഇതൊക്കെ ഇങ്ങനെ വെച്ചാൽ ഇത് അല്ലാതെ വെറുതെ തന്നെ ചതി ചെയ്യുമ്പോൾ ഇതല്ല. ശരിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പച്ച. അതാകുമ്പോ കണ്ട ചെടിയൊക്കെ പെട്ടെന്ന് പൊക്കോളുവല്ലേ. കൊണ്ടുവന്നുണ്ട് പച്ച. ചോദിച്ചു തന്നെ അത് കണ്ട ഇത് കണ്ടത് എനിക്ക് സംഭവം ഇഷ്ടമല്ല. വേണ്ട കാര്യം തന്നില്ലേ തന്നെ. അതെ 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 കണ്ട നല്ല അടിപൊളി സാധനം. അതിലെളുപ്പമുള്ള കുട്ടിയൊക്കെ ഇങ്ങനെ ചെത്തി വീണ് എളുപ്പം. തന്നെ തോന്നുന്നത് എനിക്കിത് എളുപ്പം. എണ്ണിയേ ഉണ്ടോ? പിച്ചാത്തിക്ക് ചെത്തിയാണോ? ആ എനിക്ക് പിച്ചാത്തി കൂടി ചെത്തുന്ന ഇഷ്ടം. ആണോ? ഞാൻ എന്ത് സാധനം അത് നല്ല പച്ചപ്പുണ്ട് കേട്ടാ, ആ നല്ല പച്ചപ്പാണ്. അത് കാണുമ്പോ അറിയാം. പക്ഷെ അച്ഛൻ അതുകൊണ്ട് ചെയ്യുമ്പോ അത്രയും പച്ചപ്പ് അറിയില്ല. കഴുകട്ടെ, കഴുകുമ്പോ നല്ല ചുമ്മാ പറയണയാണ്. ആ എന്നാ ഏതായാലും രണ്ടുപേരും കൂടി മൊത്തം ചീവിട്ട് കാണിക്കാവേ. നല്ലത് കഴുകണം, കാരണം മണ്ണുണ്ട് ഇഷ്ടം പോലെ. പൂഴി പൂഴി ആ അപ്പൊ രണ്ടുപേരും കൂടി മൊത്തം ചീവി റെഡിയാക്കിയിട്ട് കാണിക്കാം. കാണിക്കാം. അമ്മയാണെങ്കിൽ ആ നേരത്ത് ദേ തുണിയൊക്കെ മടക്കിയാണ് അല്ലേ. അവര് അച്ഛനും മകളും കൂടി അവിടെ ചേമ്പും വറുക്കാനില്ല, തൊലി ജീവിക്കൊണ്ടിരിക്കും. ആ ഞാനോർത്ത് ചേമ്പ് പുഴുങ്ങാൻ. അല്ല വെള്ളം എടുത്ത് തീർന്നില്ലേ അമ്മ? ആ വെള്ളം എടുത്തോണ്ടിരിക്കുക. വെള്ളം 2 ദിവസമായിട്ട് ഇല്ലാഞ്ഞല്ല, ആ അത് കാരണം ഇപ്പൊ വെള്ളം എടുക്കുകയാണ്. ആ എന്നാ ശരി. തന്നെയാണ് തിന്നണം. കേക്ക് കേക്ക് തിന്നെയാണോ? അപ്പഴൊക്കെ തിന്നിരിക്കും. എനിക്ക് ചിരിക്കാനും വേണ്ട ചുമ വരും. മാള് തിന്നാ മതി. ഞാനേ എന്നെ കൊണ്ട് തിരിച്ച് അടങ്ങുള്ളൂ. കുറച്ച് ഇതെന്നെ അതിനൊരു കൊടുക്കാതിരുന്ന പോലെ. അല്ല ഇങ്ങനെ അച്ഛനും മകളും കൂടി വർത്താനം പറഞ്ഞു നിന്നാ മതിയാ. ആ ആ ചട്ടിയൊക്കെ വെച്ചാ ആ ഇത് കപ്പ കപ്പയല്ല പിന്നെ ചേമ്പ്. ചേമ്പ്. ഓ സോറി ഞാൻ മറന്നുപോയി. പിന്നെ നമ്മുടെ ചട്ടി വെച്ച് എണ്ണയൊക്കെ വെച്ചല്ലേ, അതെന്താ കൂട്ടുകാരായിട്ട് പറയാഞ്ഞത്? വേറെ നമ്മൾ പഴനി പോയപ്പോ ഞാനൊരു ചെറുത് മേടിച്ചായിരുന്നു. എന്നാ മേടിച്ചു? ആ നമ്മളെ അമ്മയും വന്ന് എവിടെ ഇവര് പുഴുങ്ങുമെന്ന് ഓർത്ത് പുഴുങ്ങിയില്ല. ശരണ്യ അതെന്നാണ് കോരണതല്ലേ, അച്ഛനെടുത്തത് അരിയണതാണ്. അപ്പൊ കൂട്ടുകാരെ അച്ഛൻ അരിഞ്ഞിടാൻ പോവാണ്. ശരണ്യനെ കൊണ്ട് ഇത് നടക്കില്ല. എന്നോട് പുറത്ത് വെച്ചു. അപ്പൊ ശരണ്യക്ക് അറിയാമെന്ന് പറഞ്ഞാലും ഇച്ചിരി സ്ലോ ആയിരിക്കും. കാരണം അത് എന്നാ ഞാൻ ചെയ്യിക്കുകയില്ല. ഇച്ചിരി എണ്ണ എന്ന് പറഞ്ഞ സാധനം ഇച്ചിരി പ്രശ്നക്കാരനാണ്. അത് അങ്ങോട്ടേക്ക് എടുക്കുമ്പോ ആ ചട്ടി മറിയരുത്. അടിപൊളിയായിട്ടാണ് അച്ഛൻ അരിഞ്ഞിടണം. സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ആഹാ അടിപൊളി. അപ്പൊ എണ്ണ കിടന്ന് ഇതൊന്നും മുരിഞ്ഞ് റെഡിയാകണം അല്ലേ. അപ്പൊ സണ്ണി ഇതെന്നിട്ട് വെറുതെ കോരിയാ മതിയാ? ഉപ്പ് നീതി നമ്മുടെ അമ്മതേ പറ്റ വന്ന് നിപ്പുണ്ടല്ലോ. അമ്മേനെ അടിക്ക്. ഉപ്പ് നീതി. ഉപ്പ് കലക്കി. ആ
ഞാൻ ഇവരിതൊക്കെ വറുത്ത് കോരിയെന്ന് ഓർത്താണ് ഞാൻ വന്നത്. ഇത് നമ്മൾ ഓണത്തിന് ചെയ്യണതല്ലേ അമ്മേ? ഓണത്തിന്റെ അല്ലല്ലേ, വറുത്ത് കോരി തിന്നല്ലാന്ന് ഓർത്ത് വന്നപ്പോ വറുക്കാൻ പോണതേ ഉള്ളൂ. അപ്പപാത്രത്തിൽ കേക്ക് ഇരിപ്പുണ്ട്. അത് കേക്ക് വേണ്ട, ഈ കാല് വേദന വരുമ്പോ ഒന്ന് എന്തേലും കടിച്ചു തിന്നാലേ. കാലുവേദന വരുമ്പോളേ ഇത് കണ്ട ഇത് കണ്ട നോക്കട്ടെ. സംഭവം നല്ല വെള്ള സാധനം. അടിപൊളിയാണ് കേട്ടോ. ഇത് കപ്പ കുറെ മാറി. ആണാണ് ശരിയാ, കപ്പോറ പോലെ തന്നെ ഉണ്ട് കേട്ടാ. കപ്പ കുറെ ഇത്രയും തിരിച്ചു വരികയില്ല. നേരാണല്ല, നമ്മള് ചെയ്യുന്നതല്ലേ. നമ്മള് ഓണത്തിനൊക്കെ നേരത്തെയൊക്കെ ഓണത്തിന് ചെയ്യുന്നതാണ്. ചെയ്യണത്. ആണാണ്. ഇത് കപ്പക്കിഴങ്ങ് മധുരക്കിഴങ്ങ്. ഇപ്പൊ ഒഴിച്ചേട്ടാ. എല്ലായിടത്തും കപ്പക്കിഴങ്ങെന്ന് പറയലമ്മ മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങ് ഉപ്പുനീരൊഴിച്ച്. ആഹാ, ഉപ്പുനീരൊഴിച്ച് കഴിഞ്ഞാൽ ഈ പത തീരണം, അതാണ് നമ്മുടെ കണക്ക്. അതെനിക്കറിയാവുന്ന കൊണ്ടാണ് ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു മാറ്റി. എണ്ണയാണ്ട് തന്നെ മാറി നിൽക്കണല്ലേ. പൊടിയൊക്കെ മാത്രമേ കൊട്ട. മാറ്റി. അതെ, വേറെ വേറെ പാത്രം ഇട്ടാൽ മതി. അല്ല ശരണ്യ, ആ സാധനം വേറെ ഒരെണ്ണം പുതിയത് മേടിച്ചതല്ലേ? ആ, എടുത്ത് വെച്ചേ. പിന്നെ ഇനി വേറെയും വേണം. വേറെയും ഉണ്ടോ? ഇതിന്റെ പുറത്തല്ലേ. അതെ, അമ്മ പാത്രമൊക്കെ എടുത്തണ്ടേ കൊടുത്ത് ശരണ്യക്ക്. അല്ല, കൊട്ടയിലിടുന്നില്ലേ? ആ ചെറിയ ഉരുളിയെ ആ നേരത്ത് ശരണ്യ തേച്ച അരിയാൻ ശ്രമിക്കുന്നു. കൈമുറിയും. ഈ ആ പാത്രത്തിൽ അങ്ങനെ ഇത് നമുക്ക് ഉണക്കിയെടുക്കാം. എന്നാ വേഗം ആകട്ടെ. മൂത്ത കിരികിര കേൾക്കണുണ്ടോ? പോയില്ലേ? അടിപൊളി അടിപൊളി കണ്ട, അടിപൊളിയായിട്ടാണ്. കപ്പ എല്ലാം ചേമ്പ് അല്ല, കപ്പ പോലെ ഉണ്ടല്ലേ? അതെ അതെ അതെ. അപ്പൊ അടിപൊളിയാണ്, അടിപൊളിയാ, സൂപ്പർ സാധനമാണ്. കണ്ടാ കിരികിര ഒച്ച കേട്ടാ, അടിപൊളിയാ. കണ്ട കപ്പ പറയണമെന്നേ പറയുള്ളൂ. അപ്പൊ ബാക്കി കൂടി അരി അച്ഛൻ അരിയാൻ പോവുകയാണ്. ശരണ്യക്ക് ഇത് കണ്ടപ്പോ ഒന്ന് അരിയണോന്നൊക്കെ ഭയങ്കര. അച്ഛൻ ലാസ്റ്റ് വരുമ്പോ മറ്റേ അതുമേ ആ ഒരു ചുമല സാധനത്തിട്ട് അരിയാവുള്ളേ, അത് കയറ്റി കൊടുത്താൽ മതി ലാസ്റ്റ്. ഇത് സംഭവം അടിപൊളിയാണ്. അപ്പൊ ശരണ്യ ബാക്കി കൂടി വറുത്ത് കോരിയിട്ട് കാണിക്കാം അല്ലേ നമുക്ക്? ശരണ്യ അങ്ങോട്ടായിരുന്നല്ലോ ശ്രദ്ധ. പേടിയുണ്ട്, അതാ. അപ്പൊ അതായിരുന്നു. എന്നാ നമുക്ക് ബാക്കി എല്ലാം കൂടി ചെയ്തിട്ട് ഒരാള് പോയി നിൽക്കുന്ന ഇപ്പൊ ഇതെന്തെടുക്കുവാ? അച്ഛൻ അരിയാനായിട്ട് ഇത് എടുത്തു കൊടുത്തതാ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എല്ലാം അരിഞ്ഞിട്ട് കാണിക്കാന്ന്. പക്ഷെ ശരണ്യ വീഡിയോ എടുക്കണ കാര്യം എനിക്കറിയാമായിരുന്നു. അതറിയാൻ മേലായത്. ഇതുകൂടി അരിയാനുണ്ട്, ഈ ഒരു കഷ്ണം കൂടി. അപ്പൊ അരിഞ്ഞ് തീർന്നിട്ട് കാണിക്കാം. ശരണ്യ എന്തായി നമ്മുടെ വറക്കണ കാര്യങ്ങളൊക്കെ? അച്ഛൻ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ലേസ് ഇല്ലേ, അതുപോലെ നല്ല രുചിയാ. ഇത്രമേ പുറത്തുള്ള പിന്നെ എന്ത് ആഹാ കാണിച്ചേ. ആഹാ, അച്ഛൻ തിരക്കിലാണ്, ഭയങ്കര തിരക്കിലാണ് അച്ഛൻ. ആഹാ, അടിപൊളിയാണല്ലോ ശരണ്യ. നമ്മുടെ ലേസ് പോലെ തന്നെ ഇതിൽ ഇച്ചിരി മറ്റേ ചാറ്റ് മസാലയും മുളക് പൊടിയും കൂടി തൂളിയ ലേസായി. ആഹാ, അച്ഛനും തിന്നു. കരിമുര കരിമുര കേക്കണുണ്ട്. എന്താ ഭംഗി! ഇത് കാണുമ്പോ തന്നെ എല്ലാവർക്കും ഇതിൽ നിന്ന് ഓരോ കഷ്ണം എടുത്ത് കഴിക്കാൻ തോന്നുന്നില്ലേ കൂട്ടുകാരെ? അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളു.
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം. അപ്പൊ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാം. കൂട്ടാക്കാൻ മറക്കരുത് കേട്ടോ. അടുത്ത